ഹലോ, നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ നെക്ലസും ഹെയർ ബാൻഡൊക്കെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ പരിചയപ്പെട്ട് നോക്കാം. നമുക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒന്ന് പ്ലെയറാണ്. ഇത് വേറെ രീതിയിലുള്ള പ്ലെയറും ഉണ്ട്, നമുക്ക് ഇതാണെങ്കിലും മതി. പിന്നെ കട്ടർ വേണം. നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സെറ്റ് നമുക്ക് പോയാൽ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങളാണ്. പിന്നെ വേണ്ടത് ഗിയർ വയർ. നമുക്ക് പാദസരം ചെയ്യാനും മാലകളും ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് ഗിയർ വയർ. അത് സിൽവറിലും മെഹന്തി കളറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബെൻഡ് ചെയ്യാം. നമ്മൾ ഒരു പ്രാവശ്യം ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നിവർത്താൻ പറ്റില്ല, അത് ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഇതിനകത്തൂടെ ഒരു കമ്പിയാണ് പോകുന്നത്, ആ ടൈപ്പ് മെറ്റീരിയലാണ്. നമ്മൾ ഇൻവിസിബിൾ ചെയിനൊക്കെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് ഗിയർ വയറാണ്. ഇതിന് സൈസില്ല, ഇത് ഒരേ സൈസ് തന്നെയാണ് നമുക്ക് ലഭിക്കുക. എൻ്റെ അടുത്ത് ഈ രണ്ട് കളറാണുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഫ്യൂസ് വയർ. നമുക്ക് അത് രണ്ട് സൈഡിലും മുട്ട് പോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയിനിലൊക്കെ കണക്ടർ ആയിട്ട് ഉപയോഗിക്കാനൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുക. ഗുങ്കുരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂസ് വയർ നമുക്ക് ആവശ്യമാണ്. ഇതാണ് ഗുങ്കുരു. നമ്മൾ ഫ്യൂസ് വയർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സിൽ നമ്മൾ ഫ്യൂസ് വയർ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹെയർ ബാൻഡിൻ്റെ ബേസുകളാണ്. ഇത് മെറ്റലിൻ്റെ ഹെയർ ബാൻഡാണ്. അതുപോലെ തന്നെ സാറ്റിൻ, പിന്നെ നമുക്ക് വയർ ബോ, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി നമ്മൾ തരാൻ പോകുന്നത്. പിന്നെ വേണ്ട ഒരു ഐറ്റം നമുക്ക് കുന്തൻ സ്റ്റോണാണ്. നമ്മൾ നെക്ലസ് പാദസരമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുന്തൻ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കുന്നത്. വളരെ ഭംഗിയാണ് ഇത് വെച്ച് ചെയ്യുന്ന നെക്ലസും പാദസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയിടാൻ പറ്റും. പിന്നെ അതുപോലെ വേറൊരു ഐറ്റമാണ് നമ്മുടെ വട്ടക്കണ്ണി. ഇത് നമ്മൾ നെക്ലസിൻ്റെയും പാദസരത്തിൻ്റെയും അറ്റത്ത് നമ്മൾ കൊളുത്തിടാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജംപ് റിംഗ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജംപ് റിംഗ് ആണ് യൂസ് ചെയ്യാറ്. ഇതാണ് ജംപ് റിങ്. ഇത് സിൽവറിലും ഗോൾഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പ്ലെയർ വെച്ച് ആവശ്യാനുസരണം അകത്തി കൊടുത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ്.
അതുപോലെ തന്നെ വേറൊരു കുന്തൻ സ്റ്റോണാണിത്. നമ്മളെല്ലാം വാങ്ങിയില്ലെങ്കിലും നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ച് വാങ്ങിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് നെക്ലസ്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇയർ ടൈം അല്ലെങ്കിൽ ഇയർ ഹൂക്ക് എന്നൊക്കെ പറയാം. നമ്മൾ കമ്മൽ നമുക്ക് കൊളുത്ത് നമുക്ക് എന്താ പറയുക കാതിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇയർ ഹൂക്ക്. ഇത് നമുക്ക് ഗോൾഡിലും സിൽവറിലും അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഗോൾഡും സിൽവറുമാണ് ഉള്ളത്. ഈ 2 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഷോപ്പിൽ പോയാൽ മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരും. ഇത് നമുക്ക് പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്താൽ ഇതിൽ നമുക്ക് ഹൂക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഇതിൽ നമുക്ക് ഇയറിങ്സൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ 3 ഇയറിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. പിന്നെ ഇതുപോലുള്ള ബാക്ക് ചെയിൻ നമ്മൾ മാലയ്ക്കൊക്കെ ബാക്ക് ചെയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബാക്ക് ചെയിൻ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഗോൾഡിലും അവൈലബിൾ ആണ്. സിൽവറും ഗോൾഡും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ് നമ്മുടെ ഐപ്പിൻ. നമുക്ക് നെക്ലസും പാദസരവും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐപ്പിൻ ആവശ്യമുണ്ട്. പെൻഡൻറ്റുകളൊക്കെ ഇപ്പം നമ്മൾ ഇൻവിസിബിൾ ചെയ്യുമ്പോൾ പെൻഡൻറ്റുകളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐപ്പിൻ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഐപ്പിന്. അറ്റത്ത് ഹോളുള്ള ടൈപ്പാണ് ഐപ്പിൻ എന്ന് പറയുന്നത്. ഇതും നമുക്ക് വലിപ്പം ചെറുതും അവൈലബിൾ ആണ്. സിൽവറും ഗോൾഡും അവൈലബിൾ ആണ്. ഇത് സിൽവർ അതിൻ്റെ ചെറിയ സൈസാണ്. പിന്നെ അതുപോലുള്ളൊരു ഐറ്റം നമുക്ക് ആവശ്യമുള്ളതാണ് ഹെഡ് പിന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഹെഡ് പിന്നെ നമുക്കിത് ഗ്രാം റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് ഗ്രാം റേറ്റിന് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതാണ് ഹെഡ് പിന്നെ. ഇതിൻ്റെ അറ്റം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ക്ലാസ്സിന് ആവശ്യമുള്ള ഒരു ഐറ്റം സാറ്റിൻ റിബണാണ്. ഇത് പല സൈസിൽ നമുക്ക് ഷോപ്പിൽ കിട്ടുന്നതാണ്. നമുക്ക് ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെയർ ബാൻഡിന് ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാറ്റിൻ റിബൺ ഉപയോഗിക്കുക. നമുക്ക് ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഫ്ലവേഴ്സൊക്കെ ഇത് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് ആവശ്യമുണ്ട്. ഇത് അലിഗേറ്റർ ക്ലിപ്പ്. ഇതും നമുക്ക് സിൽവറും ഗോൾഡനും അവൈലബിൾ ആണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ചെറിയ റേറ്റാണ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേറൊരു ഐറ്റമാണ് ഗോൾഡൻ ബീഡ്. ഇത് സൈസ് 3mm ആണ്. നമുക്കിത് വലുതും ഒക്കെ അവൈലബിൾ ആണ്. പല സൈസിൽ നമുക്കിത് അവൈലബിൾ ആണ്. നമ്മൾ കരിമണിമാലയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. നമ്മളെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുണ്ട്.
പല സൈസിൽ നമുക്ക് കിട്ടും. മറ്റൊരു ഐറ്റം ഫിഷ് ഹുക്കാണ്. ഇത് നമ്മൾ ബ്രേസ്ലെറ്റിനും മാലയ്ക്കൊക്കെ ബാക്കിൽ കൊളുത്തിടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. നമുക്ക് 3mm ബാക്ക് ചെയിനും ഒക്കെ നമുക്ക് ഗ്യാരണ്ടി ഉള്ളത് കിട്ടും. അത് റേറ്റ് കൂടുതലായിരിക്കും, ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട്. ഇത് എപ്പോഴും നമുക്ക് ക്വാളിറ്റി കുറവായിരിക്കും. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് വേണം കൊടുക്കാൻ, ഇതിൻ്റെ കളർ പോകും എന്നുള്ളത് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്വാളിറ്റി നമുക്കിത് ഈ ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് ഫിഷ് ഹുക്ക്. ഇത് സിൽവറും കിട്ടും, നമുക്ക് ഗോൾഡനും കിട്ടും. വേറൊരു ഐറ്റം ബെൻഡ് പൈപ്പാണ്. ഇത് നമ്മൾ നെക്ലെസും പാദസരമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് സൈസുകൾ അവൈലബിൾ ആണ്. ഇത് ചെറിയ സൈസാണ്, ഇതിൻ്റെ വലുത് നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലുള്ള സ്റ്റോണുകൾ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനൊക്കെ. അതുപോലെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് ചക്കിരി. ഇത് നമ്മൾ കരിമണിമാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. വീഡിയോ ലെങ്ത് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മെറ്റീരിയൽസാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെയുള്ളൊരു ഐറ്റമാണ് നമ്മുടെ ബാക്ക് ചെയിന്. ഇത് നമ്മൾ നെക്ലസിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പല ടൈപ്പിൽ നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വലിയ റേറ്റൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ ഗോൾഡനൊക്കെ വാങ്ങുന്ന സമയത്ത് ഗ്യാരണ്ടി ഉള്ളത് വാങ്ങുമ്പോൾ റേറ്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനാണെങ്കിൽ നമുക്ക് അത്ര റേറ്റുള്ളതൊന്നും ആവശ്യമില്ല. നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ളത് വാങ്ങിയാൽ മതി. ഇത് നമ്മളുടെ കമ്മലുണ്ടാക്കാനുള്ള സ്റ്റഡാണ്. നമുക്കിതിൽ സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോണിൻ്റെ ചെയിനൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാം. നമ്മളതൊക്കെ വീഡിയോ ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോസും കാണുക. നോട്ടിഫിക്കേഷനൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും കാണുക. നമ്മൾ ഫുൾ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യും. അതുപോലെ ഇതാണ് ഷുഗർ ബീഡ്സ്. നമ്മൾ ഷുഗർ ബീഡ്സിൽ ഫ്യൂസ് വയർ നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫ്യൂസ് വയർ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുങ്കുരു ഉണ്ടാക്കിയെടുക്കാം. ഗുങ്കുരു വാങ്ങണമെങ്കിൽ റെഡിമെയ്ഡ് നമുക്ക് ഷോപ്പിൽ കിട്ടുമെങ്കിലും അത് നമുക്ക് റേറ്റ് നല്ല കൂടുതലാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എങ്കിലും ഗ്രാം റേറ്റിനൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഷുഗർ ബീഡ്സ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുണ്ടാക്കാനുള്ള വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റ്, ഹെയർ ബാൻഡ്, മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാനുള്ള സ്റ്റോൺ ബീഡാണ്. നമുക്ക് ഇടയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് വാങ്ങാം, ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിറ്റർ ട്യൂബാണ്. നമ്മുടെ ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബാണ്. ഇത് നമ്മൾ വയർ പോലെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്.
ഇതും പെർ മീറ്റർ നമുക്ക് വളരെ കുറവാണ് റേറ്റൊക്കെ, 35-40 അതിനകത്ത് നമുക്ക് വരുള്ളൂ. പിന്നെ നമുക്ക് ചെറിയ സൈസ് സാറ്റിൻ റിബൺ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം കാണിച്ചത് വലിയ സൈസായിരുന്നു. നമുക്ക് ഇതുപോലുള്ള സാറ്റിൻ റിബൺ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടൊരു ഐറ്റം നിർബന്ധമാണ് സ്റ്റോപ്പർ. നമുക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാനും അതുപോലെ മാലകളൊക്കെ നമ്മൾ നെക്ലസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൂക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമുണ്ട്, സ്റ്റോപ്പർ. ഇത് ഗിയർ ലോക്ക് എന്നും നമുക്കിതിനെ പറയും, സ്റ്റോപ്പർ എന്നും പറയാം, ഗിയർ ലോക്ക് എന്നും പറയാം. നമുക്കിതും ജ്വല്ലറി മേക്കിങ്ങിൽ അത്യാവശ്യമുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. B7000ൻ്റെ ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ല ഗ്ലൂ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ ഒരു ഐറ്റം ബാക്ക് ത്രെഡ്. നമ്മുടെ നെക്ലസിനൊക്കെ ബാക്ക് ത്രെഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ പേൾ ചെയിന് നമുക്കിത് വേണമെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, നിർബന്ധമില്ല. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫ്യൂസ് വയർ വെച്ചിട്ട് നമുക്ക് പേൾസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പേൾ ചെയിന് ഇതൊക്കെയാണ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട മെറ്റീരിയൽസ്. ഇനിയും നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മെറ്റീരിയൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാം, ഒന്ന് കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.